രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കില്ലെന്ന് റിനി ആൻഡ് ജോർജ്. അവർ നേരത്തെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു കേസെടുക്കത്തക്ക രീതിയിലുള്ള ഒരു മൊഴിയായിരുന്നില്ല. അവിടെ ഇവിടെയും ചില തൊങ്ങലുകൾ വെച്ചിട്ട് അവർ ചില പ്രസ്താവനകൾ നടത്തി. അത് അവർ ഉദ്ദേശിച്ച രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് പറഞ്ഞാണ് വാർത്തകൾ വന്നത്. റിനി ആൻഡ് ജോർജിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാനും താല്പര്യമില്ല, അവർ എതിരായിട്ട് പറയാനും താല്പര്യമില്ല എന്നിപ്പം ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതുവരെ കൊടുത്ത 11 പേരുടെ മൊഴികളൊന്നും ഒരു കേസിന് ആവശ്യമായ ഘടകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒരു പ്രയോജനവുമില്ലാതെ പോയി എന്നാണ് വരുന്നത്. ഏതായാലും ആ കേസുകൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ വന്നു. അന്ന് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന 3 പരേതരെ അവരുടെ ഓർമ്മകൾ അവരുടെ ദുഃഖം രേഖപ്പെടുത്തി ആ 3 പേരെ പറ്റി അവിടെ അസംബ്ലിയിലെ പലരും അവരുടെ മുൻ അനുഭവങ്ങളൊക്കെ പറഞ്ഞു, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ പറഞ്ഞു. ആ 3 പേരിൽ ശ്രീ അച്യുതാനന്ദനുണ്ടായിരുന്നു, PP തങ്കച്ചനുണ്ടായിരുന്നു, വാഴൂർ സോമൻ എന്നിവരുടെ നിര്യാണത്തിൽ ഖേദം രേഖപ്പെടുത്തി അസംബ്ലി പിരിഞ്ഞു. ഇന്നലെ അസംബ്ലി വീണ്ടും തുടങ്ങി. അതിൽ പ്രതിപക്ഷങ്ങൾ പോലീസ് മർദ്ദനത്തിൻ്റെ പേരിൽ ആ അസംബ്ലിയുടെ കവാടത്തിൽ സത്യാഗ്രഹം കിടക്കുന്നു. അതോടുകൂടി പീച്ചി സംഭവത്തിലെ മർദ്ദകനായ സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. രാഹുൽ മാങ്കൂട്ടം ഇന്ന് അസംബ്ലിയിൽ ആദ്യത്തെ ദിവസം മാത്രം വന്നു, അടുത്ത ദിവസം വന്നില്ല. ഇനി അദ്ദേഹം അസംബ്ലി തീരുന്ന ദിവസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് നേരെ പാലക്കാട്ടേക്ക് പോകും എന്നാണ് കരുതുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തയച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് പാലക്കാട്ടിലേക്ക് അദ്ദേഹം പോയേ പറ്റുള്ളൂ. അതിൻ്റെ പ്രാരംഭമായി അവിടുത്തെ റവന്യൂ അതോറിറ്റികൾ അവിടുത്തെ കോളനിയിലുള്ള കുറേ പേർക്ക് പട്ടയം കൊടുക്കാതെ വലിച്ചു നീട്ടുന്നു എന്ന ആരോപണം നേരത്തെ മുതലുണ്ട്. അവർക്ക് പട്ടയം കൊടുക്കണം എന്നുള്ള ലെറ്റർ രാഹുൽ മാങ്കൂട്ടം റവന്യൂക്കാർക്ക് അയച്ചു കഴിഞ്ഞു. അതിന് ഇൻഡിക്കേഷൻ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി സജീവമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരാൾക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒരു MLAയുടെ ചുമതല നിർവഹിക്കാനായിട്ട് അയാൾ തയ്യാറായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. അവിടെ പ്രതിപക്ഷങ്ങളായ BJPയും അതുപോലെ DYFI SFI രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അത് പ്രതിഷേധം രേഖപ്പെടുത്താൻ അവകാശം അവർക്കുണ്ട്, അത് ചെയ്യട്ടെ. അത് കണ്ട് പേടിച്ചോടുന്ന വ്യക്തിയല്ല താനെന്ന് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായി. അദ്ദേഹം അത് സധൈര്യം നേരിടും. MLA ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു. അദ്ദേഹം വാഹനത്തിനകത്ത് തന്നെ ഇരുന്നു. പോലീസ് വന്ന് ആ തടഞ്ഞവരെ നീക്കം ചെയ്ത ശേഷം മാത്രമാണ് അവിടെ നിന്ന് പോയത്. തൻ്റെ ലക്ഷ്യം സമാധാനപരമായിട്ടുള്ള പ്രയാണം തന്നെയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. ചില കാര്യത്തിൽ അദ്ദേഹം അസംബ്ലിയിൽ വായിക്കാനിരുന്ന ചില പ്രസ്താവനകൾ അത് ഇപ്പം വെളിയിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനകത്ത് തന്നെ ഈ രീതിയിൽ ഒറ്റപ്പെട്ടതിൻ്റെ വേദന എന്താണെന്ന് തനിക്ക് മനസ്സിലായി. താൻ അറിയാതെ ചില ആൾക്കാരെക്കെതിരായി ഇതുപോലുള്ള സന്ദർഭത്തിൽ അവരെ വേദനപ്പെടുത്തക്ക രീതിയിൽ പറഞ്ഞു വെച്ചു. അതിലിപ്പോൾ തനിക്ക് ദുഃഖമുണ്ട്. താനിപ്പോൾ അനുഭവിച്ചപ്പോഴാണ് ആ പാഠം മനസ്സിലായെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പക്വതയേറിയ ഒരു പ്രസ്താവന ആയിട്ടാണ് അത് കണക്കാക്കേണ്ടിയിരിക്കുന്നത്. അത് മുകേഷിനെതിരായിട്ട് പറഞ്ഞത് പിൻവലിക്കുന്നു, ക്ഷമിക്കണം എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ആ രീതിയിൽ അപമാനിച്ച ആ രീതിയിൽ അവരെക്കെതിരായിട്ട് അതിശക്തായുക്തം അവർക്കെതിരായിട്ട് പറഞ്ഞ ചില വ്യക്തികളെ
അത് പറയേണ്ടിയിരുന്നില്ല എന്ന ഒരു കുറ്റബോധം അദ്ദേഹത്തിനുണ്ടായി എന്നും പറയുന്നു. എന്തായാലും അസംബ്ലി തീരുന്ന ദിവസം തന്നെ പാലക്കാട്ടേക്ക് പോകും. അതിന് യാതൊരു മാറ്റവുമില്ല. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ അദ്ദേഹത്തിൻ്റെ അണികളെയും ചേർത്തുള്ള പ്രവർത്തനത്തിൽ മുഴുകും. പ്രവർത്തനം സജീവമായിട്ട് മുന്നോട്ട് പോകും. അത് ഒരാൾക്കും അത് തടയാൻ കഴിയില്ല. അദ്ദേഹത്തെ എലക്ട് ചെയ്ത് അയച്ചിരിക്കുന്ന പാലക്കാട്ടെ നിവാസികളാണ്. അങ്ങോട്ട് തന്നെ പോകും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ എതിർകക്ഷികൾക്കോ എതിർ പാർട്ടികൾക്കോ ഒന്നും അദ്ദേഹത്തിൻ്റെ പ്രയാണത്തെ തടയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അചഞ്ചലമായ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് കരുതുന്നത്. അതിനൊരു അവകാശം ആ MLAക്കുണ്ട്. MLAയുടെ പ്രവർത്തനത്തെ തടസ്സം നിൽക്കാതിരിക്കാൻ സർക്കാർ പ്രൊട്ടക്ഷൻ കൊടുക്കാനും ബാധ്യസ്ഥരാണ്. ഏതായാലും കോൺഗ്രസ് ഒരു പുനർചിന്തനം നടത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കോൺഗ്രസ്സിന് അവരുടെ കീഴിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ പൊന്തി വന്നപ്പോൾ അത് വിശ്വസിച്ച് അദ്ദേഹത്തിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് അത്ര ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരുന്നില്ല അത് കൈകാര്യം ചെയ്യേണ്ടത്. അതിൻ്റെതായ ക്ഷീണം കോൺഗ്രസ്സിന് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.